ആദ്യമേ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. അപ്പോൾ തിരുവോണ ദിനമാണ് ഇന്ന്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു, പൂജാമുറി കയറി വിളക്കൊക്കെ കത്തിച്ചു നല്ലോണം പ്രാർത്ഥിച്ചു കേട്ടോ. എന്നിട്ട് അമ്പലത്തിലോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. ഇതാണ് എൻ്റെ ഓണം സ്പെഷ്യൽ സെറ്റ് മുണ്ട് കേട്ടോ. കുറേ നാളുകൊണ്ട് ട്രഡീഷണൽ ആയിട്ട് ഒരു സെറ്റ് മുണ്ട് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് ടിഷ്യൂവിൽ പ്രിൻ്റ് വരുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും വേണ്ട, പണ്ടത്തെ ഒരു ആദ്യമൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു ടൈപ്പിലോട്ട് പോകാമെന്ന് കരുതി അങ്ങനെ തേടി പിടിച്ച് കണ്ടെത്തിയതാണ് കേട്ടോ. നല്ല പച്ചക്കരയുള്ള സെറ്റുമുണ്ട്. അങ്ങനെ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അസ്യൂഷ്വൽ ഞാൻ ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ, കാജൽ, ലിപ്സ്റ്റിക്ക് ഇതൊക്കെ തന്നെയാണ് ഇന്നും ഉള്ളത്. കമ്മലിന് മാത്രം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് കമ്മലിടണം എന്നുള്ളത്. അവസാനം ഞാൻ വലത് കാതിലിട്ട കമ്മൽ തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. അതാണ് കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ കമ്മൽ തന്നെ ഇട്ടു കേട്ടോ. പിന്നെ മുടി മെടഞ്ഞിട്ടതേ ഉള്ളൂ. മെടഞ്ഞിട്ടൊരു അല്പം പൂച്ചിരുന്നു. പൂവിനൊക്കെ തീ പൊള്ളുന്ന വിലയാണ് കേട്ടോ. അങ്ങനെ അതാ ഞാൻ ഏകദേശം റെഡിയായി. അങ്ങനെ പപ്പു റെഡിയായി. അതുകൊണ്ട് പിന്നെ പപ്പുവിന് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് നേരം അവിടെ പിടിച്ചിരുത്തി വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പപ്പുവിന് ഇതും വേറെ 2 പട്ടുപാവാട ഉണ്ടായിരുന്നു. അങ്ങനെ അത് 2 ഇട്ടിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു. തിരിച്ച് അമ്മയുടെ അടുത്താണ് വന്നത്. ഇന്ന് ഞങ്ങൾക്കുള്ള സദ്യയൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ, അമ്മയുടെ അടുത്തായിരുന്നു. ആദ്യം കുഞ്ഞുമക്കളെ തന്നെ ഇരുത്തി കേട്ടോ. കാരണം അവർക്കാണല്ലോ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവർ എന്താ പറയുക, നല്ലോണം ഫുഡ് കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നല്ല പരിപ്പും പപ്പടവും നെയ്യൊക്കെ കൂട്ടി കുഴച്ച് ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ അടപ്രഥമനായിരുന്നു കേട്ടോ. എല്ലാ മക്കളും 3 പേരും കഴിച്ചു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം കഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഞാനും അമ്മയും അനിയത്തിയും എൻ്റെ വേറൊരു സിസ്റ്ററും ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരിയും കൂടെയാണ്. നമ്മൾ 4 പേരായിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. ഇപ്പോഴൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് പണ്ടത്തെ തിരുവോണത്തിൻ്റെ ഒരു വൈബൊന്നും ഇപ്പോൾ ഇല്ലെന്നുള്ളത്. എന്തായാലും ഇന്നത്തെ തിരുവോണ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ.